രാജാവിനുണ്ടായ അശരീരിയുടെ ഫലമായി അതിനുശേഷമുള്ള നേപ്പാളി ഭരണാധികളാരും തന്നെ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടില്ല. ക്ഷേത്രം സന്ദർശിച്ചാൽ രാജാവിന് അകാല മൃത്യു ഉണ്ടാകും എന്നതായിരുന്നത്രേ വിശ്വാസം. ഈ ഭയം മൂലം പിൽക്കാലത്തെ രാജാക്കന്മാർ ക്ഷേത്ര സന്ദർശനം ഒഴിവാക്കിയിരുന്നത്രേ. നേപ്പാളിലെ കാഠ്മണ്ഡു ജില്ലയിൽ ശിവപുരി മലയുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ബുദ്ധനീലകണ്ഠ ക്ഷേത്രം. തുറന്ന നിലയിലുള്ള ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ശയന നിലയിലുള്ള മഹാവിഷ്ണുവാണ്. നേപ്പാളിലെ ഏറ്റവും വലിയ ശിലാശില്പമാണ് ഈ മഹാവിഷ്ണു പ്രതിഷ്ഠയെന്ന് കരുതപ്പെടുന്നു. നാരായൺതാൻ ക്ഷേത്രം എന്നുകൂടി അറിയപ്പെടുന്ന ബുദ്ധനീലകണ്ഠ ക്ഷേത്രത്തിന് ബുദ്ധനുമായി ബന്ധമില്ല. ഒറ്റ കരിങ്കല്ലിൽ കൊത്തിയതാണ് വിഗ്രഹം. 5 മീറ്റർ ഉയരമുണ്ട്. 13 മീറ്റർ നീളമുള്ള ഒരു തടാകത്തിൽ അനന്തൻ്റെ മുകളിൽ ശയിക്കുന്ന നിലയിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കാർത്തിക മാസത്തിൽ അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന ഹരിബോധിനി ഏകാദശി മേള ഇവിടുത്തെ പ്രധാന ചടങ്ങാണ്. ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നു. വിഷ്ണുവിൻ്റെ ദീർഘമായ ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നതിനുള്ള ചടങ്ങുകളാണ് ഈ ഉത്സവത്തിൽ നടത്തുന്നത്. 1641 മുതൽ 1674 വരെ നേപ്പാൾ ഭരിച്ചിരുന്ന പ്രതാപ് മല്ല രാജാവിനുണ്ടായ അശരീരിയുടെ ഫലമായി അതിനുശേഷമുള്ള നേപ്പാളി ഭരണാധികളാരും തന്നെ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടില്ല. ക്ഷേത്രം സന്ദർശിച്ചാൽ രാജാവിന് അകാല മൃത്യു ഉണ്ടാകും എന്നായിരുന്നത്രേ വിശ്വാസം. ഈ ഭയം മൂലം പിൽക്കാല രാജാക്കന്മാർ ക്ഷേത്ര സന്ദർശനം ഒഴിവാക്കിയിരുന്നതായി കരുതപ്പെടുന്നു. കരിങ്കൽ വിഗ്രഹം ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് എന്ന വിശ്വാസത്തിൻ്റെ യുക്തി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. 1957 ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശ്രമം നടന്നുവെങ്കിലും സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്താനായി സാധിച്ചിട്ടില്ല. ലാവ ശിലയോട് സാദൃശ്യമുള്ള ശിലയാണ് പ്രതിഷ്ഠയിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം തേടിയുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് ശ്രമം നടന്നിരുന്നുവെങ്കിലും അത് അനുവദിക്കപ്പെട്ടിരുന്നില്ല. നേപ്പാളിലെ ഏറ്റവും പ്രശസ്തവും അത്ഭുതകരവുമായ വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ് ബുദ്ധനീലകണ്ഠ എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും ബുദ്ധമതവുമായി ബന്ധമുണ്ടെന്ന് തോന്നാം. എന്നാൽ ഇത് പ്രധാനമായും മഹാവിഷ്ണുവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ബുദ്ധനീലകണ്ഠ എന്ന പേരിൻ്റെ അർത്ഥം നീലകണ്ഠ എന്നത് സാധാരണയായി ശിവനുമായി ബന്ധപ്പെട്ട പേരാണ്. എന്നാൽ ഇവിടെ ബുധ എന്നത് പുരാതന അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെട്ടതെന്ന് ചിലർ കരുതുന്നു. അതുകൊണ്ട് ഈ പേര് പുരാതന നീലകണ്ഠൻ എന്ന രീതിയിലും വിശ്വസിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ പ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ ശയന വിഷ്ണു ശില്പങ്ങളിലൊന്നായി കണക്കാക്കുന്നു. ഹിമാലയത്തിലെ ശാന്തതയും നേപ്പാളിൻ്റെ പ്രകൃതി ഭംഗിയും ചേർന്നുള്ള ഈ ക്ഷേത്ര പരിസരം അത്യന്തം മനോഹരമാണ്. ഭക്തിയോടൊപ്പം മനസ്സിന് സമാധാനവും സന്തോഷവും ഇവിടെ ലഭിക്കുന്നു.